റഷ്യക്കെതിരെ യുദ്ധക്കുറ്റകൃത്യം ആരോപിച്ച യുക്രൈൻ. ശനിയാഴ്ച ഖാർക്കീവ് നഗരത്തിൽ ആക്രമണത്തിനിടെ റഷ്യ യുദ്ധക്കുറ്റകൃത്യം ചെയ്തതായി യുക്രൈൻ ആരോപിച്ചു. ഷാഹിദ് ഡ്രോൺ ആക്രമണത്തിൽ ആശുപത്രി കെട്ടിടത്തിനും സമീപത്തെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചുവെന്ന് യുക്രൈനിയൻ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. 3 വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം റഷ്യയുമായും യുക്രൈനുമായും ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഖാർക്കീവിലെ ഏറ്റവും പുതിയ മാരകമായ ആക്രമണങ്ങൾ. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലായിരുന്ന സൈനിക ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റഷ്യ ഒരു യുദ്ധ കുറ്റകൃത്യം നടത്തിയെന്നും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്നുമാണ് യുക്രൈൻ ആരോപിക്കുന്നത്. വടക്കുകിഴക്കൻ നഗരത്തിലുണ്ടായ വമ്പിച്ച ആക്രമണം റെസിഡൻഷ്യൽ ഓഫീസ് കെട്ടിടങ്ങളും നശിപ്പിച്ചതായി യുക്രൈനിയൻ അടിയന്തര സേവനങ്ങൾ അറിയിച്ചു. കുട്ടികൾ ഉൾപ്പെടെ 25 പേർക്ക് പരിക്കേറ്റു. ഉപാധികളില്ലാത്തതും പൂർണ്ണവുമായ വെടിനിർത്തലിനുള്ള US യുക്രൈനിയൻ സംയുക്ത നിർദ്ദേശം മോസ്കോ നിരസിച്ചു. അതേസമയം ആക്രമണം നിർത്താൻ ഉദ്ദേശമില്ലാതെ റഷ്യ ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന് യുക്രൈൻ ആരോപിച്ചു. കരിങ്കടലിലെ പണിമുടക്കുകൾ നിർത്താൻ സംബന്ധിച്ച വെടിനിർത്തൽ കഴിഞ്ഞയാഴ്ച പ്രാബല്യത്തിൽ വന്നതായി കീവ് പറഞ്ഞു. എന്നാൽ കാർഷിക മേഖലയിലെ നിയന്ത്രണങ്ങൾ നീക്കിയതിനു ശേഷം മാത്രമേ കരാർ പ്രാബല്യത്തിൽ വരൂവെന്ന് ക്രെംലിൻ പറയുന്നു. അതേസമയം യുക്രൈൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സെലൻസ്കിയെ മാറ്റാൻ തയ്യാറായാൽ തങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറാമെന്ന നിലപാടിലേക്ക് റഷ്യ എത്തി. സെലൻസ്കിയെ നീക്കി രാജ്യം മറ്റൊരു താൽക്കാലിക ഭരണ സംവിധാനത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ യുദ്ധത്തിൽ ഒത്തുതീർപ്പിനെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ് പുടിൻ മുന്നോട്ടുവച്ച നിർദ്ദേശം. യുദ്ധത്തിൽ ഒരു ഒത്തുതീർപ്പിൽ എത്തുന്നതിനും പ്രധാന കരാറുകളിൽ ഒപ്പുവെക്കാനും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തുകയോ യുക്രൈനെ ഒരു താൽക്കാലിക ഭരണ സംവിധാനത്തിന് കീഴിലാക്കുകയോ ചെയ്യണമെന്ന് പുടിൻ ആവശ്യപ്പെട്ടുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഐക്യരാഷ്ട്രസഭ, അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ യുക്രൈനിൽ ഒരു താൽക്കാലിക ഭരണ സംവിധാനം ഒരുക്കാൻ കഴിയും. ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തി ജനവിശ്വാസമുള്ള ഒരു സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതോടെ സമാധാന ഉടമ്പടിയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കാൻ കഴിയുമെന്ന് പുടിൻ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. അതേസമയം കഴിഞ്ഞ ദിവസം സെലൻസ്കി പുടിനെക്കുറിച്ച് പറഞ്ഞ പരാമർശങ്ങൾ വലിയ വിമർശനത്തിന് കാരണമായിരുന്നു. പുടിൻ ഉടൻ മരിക്കുമെന്നായിരുന്നു പരാമർശം. പുടിന്റെ മരണത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുമെന്നും സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു. സമാധാന ശ്രമങ്ങൾക്കിടയിലും യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനാണ് റഷ്യയുടെ ആഗ്രഹമെന്ന് സെലൻസ്കി ആരോപിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് റഷ്യയിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. റഷ്യൻ പ്രസിഡന്റിന്റെ ആരോഗ്യനില സംബന്ധിച്ച് മോശം വാർത്തകൾ പുറത്തുവരുന്നതിനിടെയായിരുന്നു സെലൻസ്കിയുടെ ഈ പരാമർശം. വ്യാപക വിമർശനമാണ് സെലൻസ്കിയുടെ ഈ പരാമർശത്തിന് ലഭിക്കുന്നത്. ശത്രു രാജ്യത്തെ ഭരണാധികാരിയാണെങ്കിലും യുദ്ധത്തിനിടെ പാലിക്കേണ്ട ചില മര്യാദകൾ സെലൻസ്കി ലംഘിച്ചുവെന്ന തരത്തിലാണ് വിമർശനങ്ങളിൽ അധികവും ഉണ്ടാവുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.